നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെന്ന് നാം ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. പ്രാർത്ഥന സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് അള്ളാഹു നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം നൽകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ അസ്മാഉകൾ ഉപയോഗിച്ചുകൊണ്ട്, അതിനെ തവസ്സുലാക്കിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹുവിന് നല്ല നല്ല നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമങ്ങളെ മുൻനിർത്തി അതിനെ തവസ്സുലാക്കി വസീലയാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു, ഒരു കുടുക്കിൽപ്പെട്ടു, അതിനാണ് കർബ് എന്ന് പറയുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ദുആ ഉൽ കർബായിട്ട്, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടും, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റു പ്രാർത്ഥനകളുടെ മുന്നോടിയായിട്ടുള്ള ഒരു വസീലയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ദിക്റുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ് ആ ദിക്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഹസബഹു അംറുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ, ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അദീം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അൽ ഹലീം, അവൻ അങ്ങേയറ്റം സഹനശീലനാണ്, അൽ അദീം, വലിയ മഹത്വമുള്ളവനുമാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, വീണ്ടും പറയുന്നു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, റബ്ബുൽ അർശിൽ കരീം, അവൻ മഹത്വമേറിയ അർഷിൻ്റെ, മാന്യതയേറിയ, കരീമായ മാന്യതയേറിയ അർഷിൻ്റെ, സിംഹാസനത്തിൻ്റെ രക്ഷിതാവാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, വീണ്ടും പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, റബ്ബുൽ അർശിൽ അദീം, മഹത്വമേറിയ സിംഹാസനത്തിൻ്റെ രക്ഷിതാവാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, വീണ്ടും പറയുന്നു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, റബ്ബുസ് സമാവാതി, അവൻ ആകാശങ്ങളുടെ രക്ഷിതാവാണ്, വറബ്ബുൽ അർളി, ഭൂമിയുടെ രക്ഷിതാവാണ്, വറബ്ബുൽ അർശിൽ കരീം, മാന്യതയേറിയ സിംഹാസനത്തിൻ്റെ രക്ഷിതാവുമാകുന്നു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ശരിക്കും ശ്രദ്ധിക്കുക, സുമ്മ യദ്ഉ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊരു പ്രയാസമാണോ ഉള്ളത് ആ പ്രയാസം നീങ്ങി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. അപ്പോൾ ദുആ ചെയ്യുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് തവസ്സുലാക്കുകയാണ്. ആദ്യം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അദീം, മഹത്വമേറിയ സഹനശീലനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനല്ലാതെ ആരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം, മാന്യതയേറിയ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായ രക്ഷിതാവായ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, മഹത്വമേറിയ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മാന്യതയേറിയ സിംഹാസനത്തിൻ്റെയും ഉടമസ്ഥനായ അല്ലാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല. സുമ്മ യദ്ഉ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ അള്ളാഹു ഹലീമാണ്, അദീമാണ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്, അള്ളാഹുവിൻ്റെ പേരുകളാണ്. അതേപോലെ തന്നെ റബ്ബുൽ അർശിൽ കരീം അള്ളാഹുവിൻ്റെ സിഫത്താണ്, റബ്ബുൽ അർശിൽ അദീം, റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അസ്മാഉകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെയും മുൻനിർത്തി തവസ്സുലാക്കി ഈ ദിക്റുകൾ ചൊല്ലിയതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും. ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.